+@ ബ്രിജി KT വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രോക്കോളി കൊണ്ടൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. വളരെ ആരോഗ്യത്തിന് നല്ലതും പ്രോട്ടീനും എല്ലാം ഉള്ളത്. ബ്രോക്കോളി ഈസ് എ സൂപ്പർ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രീമി സൂപ്പാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബ്രോക്കോളി സൂപ്പിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മളൊരു സ്റ്റൗവിൽ പാത്രം ചൂടാകുമ്പോൾ അതിൽ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു എണ്ണ ഒഴിക്കുക കുറച്ച്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇടാം. കുറച്ച് വലിയ പീസസ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രോക്കോളി ഇടാം. ബ്രോക്കോളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും. അത് വേകാൻ വേണ്ടി അതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിക്കും. അതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ അല്ലെങ്കിൽ ജീരകമായാലും കുഴപ്പമില്ല, ജീരകത്തിൻ്റെ പൗഡർ ഇടാം. കുറച്ച് ഉപ്പിടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഇടണം, കാരണം നമ്മൾ കുറച്ച് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് അധികമായി പോകും. ബ്രോക്കോളി ഒന്ന് വേവാനായിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ബ്രോക്കോളി നമുക്ക് പെട്ടെന്ന് വേവും. അപ്പോൾ അതുകൊണ്ട് അടുപ്പ് എടുത്തിട്ട് നോക്കണം, ഇടയ്ക്ക് ഒന്നിങ്ങനെ ഞെക്കി നോക്കിയാൽ മതി. പിന്നെ ബ്രോക്കോളി എപ്പോഴും നമ്മളിങ്ങനെയാണ്, നല്ല ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഫ്രഷ് ബ്രോക്കോളി. കുറച്ച് മഞ്ഞ കളർ വന്നാൽ അത് എടുക്കരുത്, നല്ല ഗ്രീൻ കളർ വേണം. അതുപോലെ വെന്തു. അപ്പം നമുക്കതൊന്ന് ഇങ്ങനെ ഒന്ന് അടച്ചു നോക്കിയിട്ട് നമുക്കത് പതുക്കെ ഒന്ന് തണുക്കുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഈ സൂപ്പ് നല്ല തിക്കാവണമെങ്കിൽ പാത്രം ചൂടാക്കിയിട്ട് അതിൽ നമ്മളൊരു ബട്ടർ ഇടും. ബട്ടർ ഇട്ടിട്ട് അതിനൊരു ക്രീം ഉണ്ടാക്കാനായിട്ട് കുറച്ച് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദയോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി അത് വറുക്കും. വറുത്തിട്ട് അതൊരുവിധം നല്ലോണം ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പാലൊഴിക്കും. അങ്ങനെ ഈ ക്രീം ഉണ്ടാക്കി വെച്ചതിലേക്ക് നമ്മൾ ബ്രോക്കോളി അരച്ചത് ഒഴിക്കും. ഒരു തിള വരുന്നത് വരെ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇടാം. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഉപ്പിടാം. സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചത്, അതുകൊണ്ട് ഉപ്പ് ഞാൻ നോക്കിയിട്ടേ ഇടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീം കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം.